ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ട് സംശയിക്കേണ്ട തലവേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന തലവേദനകൾ, ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന തലവേദന അതിന്റെ ക്യാരക്ടർ മാറിയിരിക്കുന്നു. മുമ്പുള്ള ഒരു സ്വഭാവമല്ല ഇപ്പോൾ. ഛർദി, തലവേദനയുടെ കൂടെ ഛർദി വരുന്നു, കണ്ണിൽ ബ്ലറിങ് വരിക, കാഴ്ച അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇത്തരം കാര്യങ്ങളുള്ള ഒരു തലവേദനയാണെങ്കിൽ ഡെഫിനറ്റ്ലി സംശയമുള്ള കാര്യമാണ്. ഈ ലീഷൻ എവിടെ വന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് കുറെ സിംറ്റംസ് വേറെ ഉണ്ട്. ഇപ്പൊ സീഷർ അല്ലെങ്കിൽ അപസ്മാരം നമുക്ക് ബ്രെയിൻ ട്യൂമർ സംബന്ധമായിട്ട് വരാം. ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സിനിമയിലെ കാണുന്ന പോലെ സ്വഭാവ വ്യതിയാനം ഉണ്ടാവും, സ്മെല്ല് നഷ്ടപ്പെടാം. അതേപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ അടുത്തോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോ ഉള്ള ട്യൂമേഴ്സിലാണെങ്കിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, അതിനെ കൊണ്ടുള്ള സിംറ്റംസ് വേറെ ഉണ്ടാകും. അതേപോലെ പക്ഷാഘാതം, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോവാം, സംസാരശേഷി ഇല്ലാതെ ആവാം. പുറകിൽ നമ്മുടെ സെറിബെല്ലത്തിന്റെ അവിടേക്കുള്ള ലീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകോർഡിനേഷൻ അല്ലെങ്കിൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് കിട്ടായിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ബ്രെയിൻ സ്റ്റെമ്മിൽ ഉള്ള വല്ല വിഷയങ്ങളാണെങ്കിൽ അതാത് ക്രേനിയൽ നെർവ്സ്, നമ്മുടെ മുഖത്തിൻ്റെയും കണ്ണിൻ്റെ മൂവ്മെൻറ്റുകളുടെയും ടേസ്റ്റിൻ്റെ തുടങ്ങിയിട്ടുള്ള പല ഞരമ്പുകൾ അഫക്റ്റഡ് ആവാം.